ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ കണ്ടാലോ. 3 മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ്, ഒരു പ്രോപ്പർ സ്കിൻ കെയർ ഏതാണ് ആദ്യം, എപ്പോൾ, എങ്ങനെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ തുടങ്ങിയാലോ. വാ. സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഇത് ചെയ്തിട്ട് ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. അപ്പോൾ എണീറ്റ് വഴി തന്നെ ആദ്യം വെള്ളം കുടിക്കുക, പ്ലെൻറ്റി ഓഫ് വാട്ടർ. പല്ല് തേക്കാതെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പല്ല് തേച്ചിട്ടും കുടിക്കാട്ടെ, കുടിക്കാട്ട. നൈറ്റ് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകാം, അതായത് ഫേസ് വാഷ്. അപ്പോൾ ഡെയിലി ഫേസ് വാഷ് ആയിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരീസിൻ്റെ ഗ്ലോയിങ് ഡെയിലി ക്ലെൻസിങ് ഫോമാണ്. ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു ഫേസ് സ്ക്രബും കൂടി എടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ പ്രോഡക്റ്റ് റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കാണുക കേട്ടോ. ഏത് ഫേസ് വാഷ് എടുത്താലും അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നന്നായിട്ട് പതപ്പിച്ചിട്ട് വേണം മുഖത്തിടാൻ. എപ്പോഴും നമ്മുടെ ഓപ്പൺ സ്പോസിലെ അഴുക്കൊക്കെ പുറത്തോട്ട് ചടിപ്പോവുള്ളൂ കേട്ടോ. കഴുത്ത് വിടരുത്, കഴുത്തിലും നന്നായിട്ട് തേച്ചൊരച്ച് കഴുകുക. പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ കുട്ടീസിന് ഫേസ് വാഷ് വാങ്ങി തരുന്നില്ലെങ്കിൽ നിങ്ങളൊരു ബേബി സോപ്പ് വാങ്ങി വെച്ചാൽ മതി, അടിപൊളിയാണ്. ഇതേ റിസൾട്ടിന് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ ടിഷ്യോ എടുത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഉണക്കുക, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഉണങ്ങാൻ ടൈം കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ആമാടപ്പെട്ടി തുറക്കാൻ സമയമായി. ഇതാണ് എൻ്റെ ആമാടപ്പെട്ടി. ഇതിനകത്താണ് നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ടോണർ യൂസ് ചെയ്യുക. ടോണറായിട്ട് ഞാനിവിടെ റോസ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണർ റോസ് വാട്ടർ തന്നെയാണ്. പക്ഷെ നോക്കിയും കണ്ട് യൂസ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. എല്ലാ സ്കിൻ ടൈപ്പും ഒരുപോലെ എല്ലാ ടോണർ യൂസ് ചെയ്യേണ്ടത്. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് മുഖത്ത് ഒന്നല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് മുഖത്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മുടെ ഓയിലി സ്കിന്നുകാർ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. നമ്മളൊരു കോട്ടൺ പാഡ് എടുത്ത് അതിനകത്തോട്ട് ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക, റോസ് വാട്ടർ ഒഴിക്കുക, കോട്ടൺ പാഡ് നന്നായിട്ട് സോക്ക് ചെയ്യുക, എന്നിട്ട് ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ ആൽക്കഹോൾ കണ്ടന്റ് ഒട്ടും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ടോണർ സെലക്ട് ചെയ്യുക, അതുപോലത്തെ ഒരു റോസ് വാട്ടർ സെലക്ട് ചെയ്യുക കേട്ടോ. ഓരോ സ്കിൻ കെയർ പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ, അതായത് ഓരോ സ്റ്റെപ്സിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ്സ് ഗ്യാപ്പ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഗ്യാപ്പിൽ ഞാൻ കയ്യിലിടാൻ വേണ്ടിയിട്ട് എൻ്റെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്ത് ഞാൻ കയ്യിൽ പുരട്ടാറുണ്ട്. കൊതുക് അടിച്ചാലും വെയിലടിച്ചാലൊക്കെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ബ്ലാക്ക് പാച്ചസ് പോലെ വരാറുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ചെയ്യണം. അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ്, കുറച്ച് പേരെങ്കിലും ഡൗട്ട് ആയിരിക്കുമല്ലേ, നമ്മുടെ മുഖത്ത് ആദ്യം സെറംസ് ആണോ അല്ലെങ്കിൽ ഇതുപോലത്തെ എസൻസുകളാണോ ആദ്യം പുരട്ടേണ്ടത്, ഏതാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവില്ലേ. അതിപ്പോൾ തീർത്തരാം. ഈ എസൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോസറസിൻ്റെ സ്നെയിൽ മ്യൂസിൻ, ഇതൊക്കെ ഒരു എസൻസുകളാണ് കേട്ടോ. ഇതിനേക്കാൾ ലൈറ്റ് വെയിറ്റ് എസൻസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് ഏതാണ് ആദ്യം മുഖത്ത് പുരട്ടേണ്ടത് നമുക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഞാൻ കയ്യിലിട്ട് കൊടുത്തത് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ വിറ്റമിൻ സി സെറം കേട്ടോ. ഇത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒഴുകിപ്പോയി. ഇനി നമ്മുടെ എസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എസൻസ് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ പതുക്കെ പോകണം. അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ ആരാണ് ആദ്യം വിൻ ചെയ്തത് അവരെ നമ്മൾ ആദ്യം മുഖത്ത് വരണം. അതായത് നമ്മുടെ കൺസിസ്റ്റൻസി നോക്കുക. ലൈറ്റ് കൺസിസ്റ്റൻസി ഉള്ള സാധനം ആദ്യം മുഖത്ത് വരട്ടുക, പിന്നെ അതിനേക്കാൾ തിക്കറായിട്ടുള്ള പുരട്ടുക. ഇവിടെ നമ്മുടെ സെറം അല്ലേ ആദ്യം ഒഴുകിപ്പോയത്. അപ്പോൾ സെറമാണ് ലൈറ്റ് ആയിട്ടുള്ളത്, പെട്ടെന്ന് സ്കിന്നിലോട്ട് ഇറങ്ങുന്നതും സെറമാണ്. അപ്പോൾ ആദ്യം സെറം പുരട്ടെ, എന്നിട്ട് വേണം നമ്മുടെ എസൻസ് പുരട്ടാൻ. ഓക്കെ. പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എസൻസ് ഈ സെറത്തിനേക്കാൾ ലൈറ്റ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം എസൻസ് യൂസ് ചെയ്യണം. ഓക്കെ. അത് ശരിക്കും നമ്മൾ pH നോക്കിയാൽ മതി. എൻ്റെ pH ഒന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും pH കുറവുള്ളത് ആദ്യം മുഖത്ത് തേക്കുക, pH കൂടുതലുള്ളത് രണ്ടാമത് തേക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഞാനിപ്പോൾ ഡയറക്റ്റ്ലി നമ്മുടെ കോസറക്സിൻ്റെ സ്നെയിൽ എസൻസ് ആണ് യൂസ് ആക്കിയത്. ഒരു 2 പമ്പ് അത് മതി കേട്ടോ, അത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് സെറം യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് സെറം ഈ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ കയ്യിൽ സെറം ഉണ്ടെങ്കിൽ, നിങ്ങൾ കോസറക്സിൻ്റെ എസൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം സെറം യൂസ് ചെയ്യുക, പിന്നെ കോസറക്സിൻ്റെ റിവ്യൂ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ വേണം, നന്നായിട്ട് തിളങ്ങി നിൽക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റ് ആട്ടോ. അടിപൊളിയാണ്. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ കുറയ്ക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു 3 months ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നു. ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ കുറക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ലൈൻസ് ഇല്ലേ, നെറ്റി ചുളിക്കുമ്പോൾ വരുന്ന ലൈൻസ്, ചെറിയ ചുളിവുകൾ, അതൊക്കെ നന്നായിട്ട് മാറ്റി നല്ലൊരു എലാസ്റ്റിസിറ്റി, നല്ലൊരു ഹെൽത്തി സ്കിൻ, നല്ല ഗ്ലോയിങ് സ്കിന്ന് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മുടെ കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലെ വെട്ടിത്തിളങ്ങുന്ന സ്കിൻ തരുമെന്ന് വെച്ചാൽ അത്രക്കൊന്നും നമ്മുടെ ഇന്ത്യൻ സ്കിന്നിൽ അത് വർക്ക് ചെയ്യില്ല. പക്ഷേ നല്ലൊരു ഗ്ലോ, ഒപ്പം ചുളിവുകളൊക്കെ മാറ്റുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഇതൊരു അടിപൊളി പ്രൈമർ ആട്ടോ. നമ്മൾ ഇതിട്ട് സ്കിൻ കെയറിന് ശേഷം നല്ലൊരു മേക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്ലാസി ഗ്ലോയി സ്കിൻ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു 100 ml നമുക്ക് 1500 സംതിങ് റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങുന്നത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചായിട്ടാണ്. നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് മുഖത്ത്, അതൊക്കെ മാറാനാണെങ്കിൽ നമ്മളിത് വാങ്ങിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോയി ആക്കണം, നല്ല ഹെൽത്തി ആക്കണം, ചുളിവൊക്കെ മാറ്റണം എന്ന് മാത്രമാണെങ്കിൽ നമുക്ക് ഇതൊരു നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ്. നൈറ്റ് സ്കിൻ കെയറിലൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല
അടിപൊളിയാണ്. രാവിലെ ആകുമ്പോൾ സ്കിൻ നന്നായിട്ട് വെട്ടിത്തിളങ്ങും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ലിപ് സ്ക്രബ് യൂസ് ചെയ്തിട്ടുണ്ട്. അമോറിൻ്റെ ഒരു ലിപ് സ്ക്രബാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് ഏത് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുറച്ച് പഞ്ചസാര, തക്കാളി, പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്ത് പുരട്ടി കൊടുത്താൽ മതി, സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ആ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ ഇടുക. ഏത് എസൻസ് ഇട്ടാലും ഏത് സെറം ഇട്ടാലും മോയ്സ്ചറൈസർ ഇടുക. അപ്പോൾ നിങ്ങൾ എസൻസ് ഇട്ടില്ലെങ്കിൽ പോലും സെറം ഇട്ടതിന് ശേഷം മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ അക്വാലോജിക്കയുടെ ഓയിൽ ഫ്രീ ഗ്ലോ മോയ്സ്ചറൈസർ ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് 2-3 പമ്പ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഇട്ട് ഉരയ്ക്കേണ്ട മുഖത്ത്, ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മുഖത്ത് എക്സസ് ആയിട്ട് വരുന്നത് മാത്രം ജസ്റ്റ് ഒന്ന് തടവി വിട്ടുപോകാൻ മതി. അല്ലാണ്ട് ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ സ്കിൻ കെയർ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുഖം ഡാർക്കായി ഡള്ളായി പോകുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്, ഇട്ട് ഉരക്കുന്നതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ അക്വാലോജിക്കിൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ ഞാൻ പറയാം. ഒറ്റയ്ക്കും പുലിയാട നല്ല ഗ്ലോയിങ്ങും നല്ല ഒരു ഓയിൽ ഫ്രീ ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ഏതെങ്കിലും എസെൻസോ സെറോ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതല്ലാതൊരു ബെറ്റർ ഓപ്ഷൻ ഡോട്ട് ആൻഡ് കീ ആട്ടോ. നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ്, ദ ഫൈനൽ സ്റ്റെപ്പ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റെപ്പ് ആണ് നമ്മുടെ സൺസ്ക്രീൻ. അപ്പോൾ നമ്മൾ ഇതും അക്വാലോജിക്കേൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് 50+++, PA++++ അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇതും നേരെ കയ്യിലെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡാർക്കായി പോകും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് സ്കിന്നിലോട്ട് ഇറക്കുക, അതാണ് ചെയ്യേണ്ടത്. വേറൊരു ബെറ്റർ ഓപ്ഷൻ നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇതിനു മുമ്പ് ഞാൻ അതാണ് യൂസ് ചെയ്തിരുന്നത്. അതും അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതായിട്ട് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും ഒരു 5 minutes ഗ്യാപ്പ് കൊടുക്കുക, അത് സ്കിന്നിലോട്ടൊന്ന് അബ്സോർബ് ചെയ്യാൻ. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുക, എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ ഫോൺ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്താണെന്ന് വെച്ചാൽ 5 minutes ചെയ്യാൻ പറ്റുന്നൊരു ഗ്യാപ്പായിട്ട് എടുക്കുക കേട്ടോ. എല്ലാ പ്രോഡക്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ആണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.